ഹണി റോസിന്റെ വസ്ത്രധാരണ അല്ലെങ്കിൽ വസ്ത്ര സ്വാതന്ത്ര്യത്തെ മാത്രം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. അതിപ്പോൾ ഇന്ത്യയിൽ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ മാത്രം ചോദിച്ചത്. എന്തുകൊണ്ട് വസ്ത്രങ്ങൾ എന്നതിലേക്ക് ഒരു ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് തോന്നിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഒരു കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തം സ്ത്രീകളുടെ ഒരു ബ്രാൻഡ് അംബാസിഡറായിട്ട് നമുക്ക് ഹണി റോസിനെ കാണാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് മാത്രം ഇന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ മാത്രമേ സ്ത്രീകൾ ധരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് അങ്ങനെ നമ്മൾ ഒരിക്കലും ആരും നിഷ്കർഷിച്ചിട്ടില്ല, ഒരു പുരുഷന്മാരും പറയില്ല. കാര്യം നമ്മുടെ വരുന്ന കമന്റ്സുകളെല്ലാം കമന്റ്സ് നമുക്ക് മാറ്റി നിർത്തിയിട്ട് കമന്റ്സ് അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഈ ചർച്ചയിൽ തന്നെ നമുക്ക് അതിന്റെ മറുപടി പറയാം. ഇപ്പോൾ ഇന്ത്യയിലെ മൊത്തം സ്ത്രീകളുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നമുക്ക് ഹണി റോസിനെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണി റോസിന് ഒരു ഇൻറ്റൻഷനുണ്ട്. ആ ഇൻറ്റൻഷനെ കുറിച്ച് ഞാനല്ല പറയുന്നത്, രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഒരു ചാനൽ ചർച്ചയിൽ പോലും രാഹുൽ ഈശ്വർ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാര്യം ഹണി റോസ് നടത്തുന്നത് ഒരു ബിസിനസ്സാണ്. അവർ ഒരു ആൺനോട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് അവരൊരു പബ്ലിക്കിൻ്റെ ഇടയിൽ ചെല്ലുമ്പോൾ, ഒരു ക്രൗഡിൻ്റെ ഇടയിൽ ചെല്ലുമ്പോൾ ആൺനോട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ക്രൗഡിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ചില വസ്ത്രധാരണ രീതികൾ ഉപയോഗിക്കുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അതിനൊന്നും നമുക്ക് എതിരഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നമുക്ക് ഈ സമൂഹത്തിലുള്ള എല്ലാവരെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ലോകത്ത് എത്ര നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നാലും ശരി തന്നെ നിയമങ്ങൾ ലംഘിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് കൂടി ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള നമുക്ക് എവിടെയാണ് അവർ ഒളിഞ്ഞിരിക്കുന്നത്, അവരെന്ത് പ്രവർത്തിക്കുന്നത്, ഒരു നിയമത്തിനും അവരെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അത് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ മാത്രമേ പോലീസിന് ഇടപെടാൻ പറ്റുള്ളൂ. നമ്മളല്ലാതെ നമുക്ക് പോലീസിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ പോലീസിന് അതിനകത്ത് ഇടപെടാനും നിയമ നടപടി സ്വീകരിക്കുക. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു മുൻകരുതൽ എടുക്കണം. അതിപ്പോൾ ഹണി റോസ് ആയിരുന്നാലും ശരി തന്നെ, മറ്റുള്ള സ്ത്രീകളായിരുന്നാലും ശരി തന്നെ, നമ്മുടെ ഇൻറ്റൻഷൻ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു